ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടും തോറും തോറ്റത് കൃത്യമായി മനസ്സിലാകാത്ത ഏക പാർട്ടി കേരളത്തിൽ അത് CPM ആണ്. ഇന്നു മാത്രമല്ല, ഏതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും ആ പരാജയ കാരണം വിശദീകരിക്കുകയും വിശദീകരിച്ചതിന് ശേഷം സ്വയം പാർട്ടി പരാജയപ്പെട്ടിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ താത്വിക ആചാര്യന്മാർ മുന്നോട്ട് വരുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. പക്ഷെ ആ കാഴ്ചകൾക്ക് പോലും മൂടിവെക്കാൻ കഴിയാത്ത രീതിയിലുള്ള അപകടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച്, വിശിഷ്യ CPM-നെ സംബന്ധിച്ച് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലെ CPM പ്രവർത്തകന്മാരോട് വളരെ ആഴത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ അവരിപ്പോൾ വളരെ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. അതിലൊന്ന്, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരം തന്നെയാണ്. അതിനെല്ലാം അപ്പുറം CPM-നെ പരാജയപ്പെടുത്തിയ ഘടകം എന്താണ് എന്ന് ചോദിച്ചാൽ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതിലൊന്ന് SNDP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, മറ്റൊന്ന് റിപ്പോർട്ടർ ചാനൽ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടർച്ചയായി CPM-ന്റെ ഒരു സ്പോക്സ് പേഴ്സണായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. ഓരോ പ്രസ്താവനയും അദ്ദേഹം നടത്തിയത് പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമായിട്ടാണ്. വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവന ഒരു ഭാഗത്ത് നടത്തുമ്പോഴും മറുഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രൂഢമൂലമായി നിലനിൽക്കുന്ന ഒരു വർഗീയ ചേരിതിരിവ് അദ്ദേഹം പ്രകടമാക്കിയിരുന്നു. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഒറ്റതിരിഞ്ഞാക്രമിക്കാൻ എല്ലാ കാലത്തും അദ്ദേഹം വളരെ ഭീഷണാപരമായിട്ടുള്ളൊരു ശൈലി സ്വീകരിച്ചു. ഒരു ഘട്ടത്തിൽ മലപ്പുറത്തെ മാത്രമാണ് വിമർശിച്ചതെങ്കിൽ പിന്നീട് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം വിമർശിച്ചു. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അത് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഭരണമായി മാറും എന്നതുവരെ പ്രത്യക്ഷത്തിലും പരോക്ഷമായും വെള്ളാപ്പള്ളി നടേശൻ സൂചിപ്പിച്ചത് സത്യത്തിൽ കേരളത്തിൽ ഒരു മുസ്ലിം ഏകീകരണം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി സംഭവിക്കുന്നതിന് പ്രധാന ഘടകമായി. അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ, കൈരളി ചാനൽ ഒരു വാർത്ത സ്ഥിരമായി CPM-നെ അനുകൂലിച്ച് നൽകുന്നതും കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും നിശിതമായി വിമർശിക്കുന്നതും കേരളത്തിന് സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. കാരണം അത് പാർട്ടി മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിനകത്തെ മഹാഭൂരിപക്ഷം ഓഹരി ഉടമകളും CPM-ന്റെ പ്രവർത്തകരോ നേതാക്കന്മാരോ CPM-നെ പിന്തുണയ്ക്കുന്ന സമ്പന്നന്മാരോ ആണ്. പക്ഷേ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിന്റെ മേൽവിലാസം പേറി ശ്രീ MV നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പിറവികൊണ്ട റിപ്പോർട്ടർ ചാനൽ പിന്നീട് ഒരു നേതൃമാറ്റം കാണിച്ചു. ആ നേതൃമാറ്റം കാണിച്ചപ്പോൾ ശ്രീ നികേഷ് കുമാർ CPM-ന്റെ സോഷ്യൽ മീഡിയയുടെ സൈബർ നേതാവായി AKG സെന്ററിൽ സ്ഥിരതാമസമാക്കി. മറുഭാഗത്ത് ഇതിന് നായകത്വം വഹിച്ചതാവട്ടെ റിപ്പോർട്ടർ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ആന്റോ അഗസ്റ്റിനും, അതുപോലെ തന്നെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാരുടെ കൂട്ടത്തിൽ ഒരു രണ്ടാം നിരയിൽ സീനിയർ ആണ് എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയുമാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലമായി അതിശക്തമായിട്ടുള്ള കോൺഗ്രസ് വിരോധവും UDF വിരോധവും അഴിച്ചുവിടുകയായിരുന്നു. മാധ്യമ സംസ്കാരത്തിന് തീർത്തും ചേർന്ന രീതിയിലായിരുന്നില്ല ഇവരുടെ പ്രവർത്തനങ്ങൾ. പച്ചയായി ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്യുക, പച്ചയായി ഒരു പാർട്ടിയെ ടാർഗറ്റ് ചെയ്യുക, അതിനകത്തെ നേതാക്കന്മാരെ വ്യക്തിഹത്യ ചെയ്യുക, ഒരു പ്രസ്ഥാനത്തെ ഏതെല്ലാം രീതിയിൽ ഇകഴ്ത്തിക്കാണിക്കാൻ സാധിക്കുമോ അതെല്ലാം ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു മെയ് വഴക്കം CPM-ന് വേണ്ടി റിപ്പോർട്ടർ ചാനൽ കാണിച്ചു. സ്വാഭാവികമായി ഉണ്ടായത് എന്താണ്? CPM-ന്റെ അണികൾ റിപ്പോർട്ടർ ചാനലിന് പിന്തുണ നൽകും എന്നൊരു മിഥ്യാധാരണ റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിട്ടുണ്ടായി. മറുഭാഗത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF ഘടകകക്ഷികൾ അതിൻ്റെ പ്രവർത്തകന്മാരുടെ അതിനിശ്ചിതമായ വിമർശനത്തിന് ഒരു ഹെയ്റ്റ് ക്യാമ്പയിന് റിപ്പോർട്ടർ ചാനൽ വശംവദരായി എന്ന് വേണം കരുതാൻ. ആ അർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്?
ഓരോ ദിവസം കഴിയുന്തോറും UDFന്റെ പ്രവർത്തകന്മാരുടെ ഏറ്റവും വലിയ ശത്രു CPM എന്ന് പറയുന്ന പാർട്ടിക്കപ്പുറത്തേക്ക് റിപ്പോർട്ടർ ചാനൽ മാറി. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ SDPI എന്ന് പറയുന്ന സംഘടനയെ മുന്നിൽ നിർത്തി കോൺഗ്രസിനെ ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ബോധപൂർവമായിട്ടുള്ള റിപ്പോർട്ടിംഗ് പാലക്കാട്ട് നിന്ന് ഉണ്ടാവുകയും ആ റിപ്പോർട്ടിങ്ങിന്റെ പിൻബലത്തിൽ പാലക്കാട്ട് അത് സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാൻ റിപ്പോർട്ടർ ചാനൽ ശ്രമിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വ്യാപകമായ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകന്മാർ റിപ്പോർട്ടറിനെ ബഹിഷ്കരിക്കാൻ തുടങ്ങി. റിപ്പോർട്ടർ ചാനലിലേക്ക് പ്രതിനിധികളെ ചർച്ചയ്ക്ക് വേണ്ടി അയക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. ഒരു വലിയ സ്പേസ് സത്യത്തിൽ ഒരു മാധ്യമ ലോകത്ത് നഷ്ടപ്പെടുത്തുന്നതിനെ പല ആളുകളും വ്യക്തിപരമായിട്ട് എതിർത്തുവെങ്കിലും പാർട്ടിയും ശ്രീ K. സുധാകരനും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കൂടി വന്നപ്പോൾ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് രാഹുൽ വിഷയം മാത്രമാണെന്നും കേരളം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട മാധ്യമ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന ഒരു അജണ്ട സെറ്റിംഗ് അത് യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനൽ കേരളത്തിൽ കൊണ്ടുവന്നു. ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, ദേശീയ മാധ്യമങ്ങളിലേക്ക് നോക്കിയാൽ അവിടെ നരേന്ദ്രമോദിയെയും BJPയെയും NDAയെയും പിന്തുണയ്ക്കുന്ന നിരവധി മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേകിച്ച് അനിൽ അംബാനിയും അദാനിയും ഒക്കെ പണം മുടക്കി ഉണ്ടാക്കിയ ചാനലുകൾ. ആ ചാനലുകൾ പോലും ഒരു സർക്കാരിനോടും ആ സർക്കാരിന് നായകത്വം നൽകുന്ന വ്യക്തികളോടും കാണിക്കാത്ത രീതിയിലുള്ള ഒരു ഭക്തിയാണ് റിപ്പോർട്ടർ ചാനൽ കാണിച്ചത്. ആ ഭക്തി കാണിച്ചു എന്ന് മാത്രമല്ല, ഒരു മഞ്ഞപ്പത്രത്തിന്റെ ശൈലിയിൽ നിന്ന് താഴേക്ക് വന്ന് കേരളം ഒരിക്കലും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത വിഷയങ്ങളെപ്പോലും ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ വിഷയമാക്കി കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് വന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിനെതിരായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ കേരളത്തിലെ സർക്കാരിനെ സ്വാധീനിക്കാൻ റിപ്പോർട്ടർ ചാനലിന്റെ മാനേജ്മെന്റ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുവഴിയാണ് മെസ്സിയുടെ വിഷയം കേരളം സജീവമായി ചർച്ച ചെയ്തത്. മെസ്സി കൊച്ചിയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? GCDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്തായിട്ടുള്ള നമ്മുടെ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിന് ഒരു കരാറും സ്വന്തമാക്കാതെ, ഒരു രീതിയിലുള്ള ബിഡിങ്ങിലും പങ്കെടുക്കാതെ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി ഒരു സ്വന്തം സ്ഥാപന ജംഗമ വസ്തു എന്ന പോലെ അത് കൈകാര്യം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മെസ്സിയിലൂടെ കേരള ജനതയെ പറ്റിച്ചു എന്നൊരു തോന്നൽ കേരളത്തിലെ ജെൻസി വിഭാഗത്തിന് വളരെ കൃത്യമായി ഉണ്ടായി. അതുപോലെ തന്നെ പൊതുമുതലുകൾ സ്വന്തമാക്കുന്ന കാര്യത്തിലേക്ക് ആന്റോ അഗസ്റ്റിൻ കടന്നു പോകുന്നു എന്നൊരു തോന്നൽ കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടായി. അതിനെല്ലാം അപ്പുറം രാഷ്ട്രീയ വിരോധത്തിന്റെ അന്താളിപ്പ് യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനലിന്റെ മാനേജ്മെന്റിനെയും അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടിംഗ് ടീമിനെയും ബാധിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ കൂടി വന്നതോടെ യഥാർത്ഥത്തിൽ CPMന്റെ അന്തകനായി മാറിയത് റിപ്പോർട്ടർ ചാനലാണ്. ആ റിപ്പോർട്ടർ ചാനലിനെ തള്ളിപ്പറയേണ്ട ഒരു ഘട്ടത്തിൽ അതിന് CPM തയ്യാറായില്ല. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയേണ്ട ഒരു ഘട്ടത്തിൽ CPM അതിന് തയ്യാറായില്ല. പാദസാം നിജയം വാർന്നൊടിഞ്ഞളവ് സേതുബന്ധനോദ്യോഗം എന്തടോ എന്ന് പറയുന്നത് പോലെ എല്ലാ വെള്ളവും ഒഴുകിപ്പോയതിനു ശേഷമാണ് ഇന്നിപ്പോ ഒരു മന്ത്രി ചിറകെട്ടാൻ ശ്രമിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കാറിൽ കയറ്റിയതല്ല, മറിച്ച് അദ്ദേഹം സ്വയം കയറി വന്നതാണെന്നും വാർദ്ധക്യം ബാധിച്ച ഒരു മനുഷ്യനോട് കയറരുത് എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് മടിയായത് കൊണ്ട് അങ്ങനെ പറഞ്ഞില്ല എന്നുമാണ് കേരളത്തിലെ ഒരു മന്ത്രി വന്ന് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വെള്ളാപ്പള്ളി ചെയ്തതെല്ലാം കെണിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിച്ചു എന്ന് സജി ചെറിയാന് മനസ്സിലായി എന്ന് മാത്രമല്ല ആ പാർട്ടിക്ക് മൊത്തമായി. റിപ്പോർട്ടർ ചാനൽ തങ്ങളെ പിന്തുണയ്ക്കുക വഴി കള്ളന് കാവൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി CPMനെ മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതല്ല, മാറി എന്നുള്ള സ്ഥലത്തേക്ക് CPM എത്തിച്ചേർന്നു എന്ന കാര്യവും സംസ്ഥാന നേതൃത്വത്തിന് ബോധ്യമായി. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്രയും വലിയ ദയനീയ പരാജയം 2010 ശേഷം CPMനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും തുറിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, ആ ഭരണവിരുദ്ധ വികാരത്തിന് മുകളിൽ ഒരു പന്തൽ കെട്ടി CPMന് തണലൊരുക്കാൻ ശ്രമിച്ച റിപ്പോർട്ടർ ചാനലും വെള്ളാപ്പള്ളി നടേശനും ഇതിനകത്തെ 2ഉം 3ഉം പ്രതികളാണ്.